തുടക്കം സിനിമ കണ്ടോ? എന്താണ് നന്നായിട്ടുണ്ട്. പറഞ്ഞ മാതിരിയല്ല, ഞാൻ എന്തോ ഇനിയിപ്പോൾ എനിക്ക് കാണാൻ നന്നായിരിക്കില്ലേ കഥ എന്നൊക്കെ വിചാരിച്ചു. നന്നായിട്ടുണ്ട്. മോഹൻലാലിൻ്റെ മകള് നടിക്കുന്നത് നന്നായിട്ടുണ്ട്. പിന്നെ നല്ല അഭിനയം, പിന്നെ എന്താ നല്ല അച്ഛനൊരു സീനിൽ വരുന്നു, അതൊക്കെ കാണുമ്പോൾ നന്നായിട്ടുണ്ട്. അച്ഛന് വരും, ഒരു അച്ഛനെ കാണിക്കുന്നു, നല്ല കഥ നന്നായിട്ടുണ്ട്. കാണാത്തവർ പോയി കാണും, നന്നായിട്ടുണ്ട്. എന്തായാലും പടം പോയി കാണും. നല്ല അഭിനയ കുട്ടി, ആദ്യമായിട്ടാണെങ്കിലും നന്നായി നടിച്ചിട്ടുണ്ട്. ആദ്യം നടിക്കണ ഇതാണെന്ന് പറയല്ലേ, പക്ഷേ പാട്ടും സ്റ്റണ്ടും ഒക്കെ ഉണ്ട്, നന്നായിട്ടുണ്ട്. എന്തായാലും തുടക്കം പറഞ്ഞവരെ ആ കുട്ടി തുടക്കം നന്നായിരിക്കുന്നു. പോയി കാണും, പോയി കാണും എല്ലാവരും. സിനിമ കാണാത്ത മോഹൻലാൽ മകള് നടിക്കുന്നു പറയുമ്പോൾ ഒന്ന് വേണമെങ്കിൽ പോയി കാണും. ഓരോ ഫാമിലികളായി നടിക്കുമ്പോൾ അത് കാണാനൊരിതല്ലേ. സിനിമ കാണണവർ കേട്ടോ, പോയി കാണുക. നന്നായിട്ടില്ല പറയാനില്ല, നല്ല പടം, പോയി കാണുക. അപ്പൊ സിനിമയ്ക്ക് പോകാറുണ്ടെങ്കിൽ പോയി കാണുക. ആദ്യമായിട്ട് അവര് മകൾ നടിച്ചല്ലേ, നന്നായിട്ടുണ്ട്. ഞാനധികം സിനിമയൊന്നും കാണാത്താണ്. അഭിനയം പക്ഷെ കാണുമ്പോ ആദ്യം ഞാനും പോയി, നന്നായിട്ടുണ്ട് പടം. ഞാൻ പറയണെന്ന് എനിക്കൊന്ന് പറയാൻ വിടുമോ? ആദ്യമായിട്ട് അഭിനയിക്കണ പോലെ ഇല്ലല്ലോ കാണുമ്പോ, അല്ലേ? അപ്പൊ ആദ്യമായിട്ടാണെന്ന് പറയില്ല കുട്ടിയുടെ അഭിനയം കണ്ടാല്. നമ്മള് ഓരോരുത്തരും കമന്റ് പറയണ കാണുമ്പോഴേ പോയി നോക്കിയപ്പോഴല്ലേ അറിയണത്. നന്നായി അഭിനയിച്ചിട്ടുണ്ട്. അത് ആ ബ്ലഡില് ആ കുട്ടിയെ നമ്മള് ഇങ്ങനെ ഇതില് പറയണ മാതിരിയല്ല, വോയിസ് പറയണ മാതിരിയല്ല, നന്നായിട്ടുണ്ട്. പറഞ്ഞു തുടങ്ങിക്ക, ഞാൻ വിടണില്ല പറയാൻ. ആ ബ്ലഡില് അഭിനയം ഉള്ളതുകൊണ്ട് ആദ്യമായിട്ട് അഭിനയിച്ചാന്ന് പറയില്ല. പിന്നെ എന്താ പറയാ, ജൂത ആന്റണി മാക്സിമം നന്നായിട്ട് ആ കഴിവ് ഒപ്പിയെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് നടന്നിട്ടുണ്ട്. എന്താ പറയുക, ഒരു കംപ്ലീറ്റ് ഫാമിലി മൂവിയാണ്. എല്ലാവരും കുടുംബത്തോടെ പോയി കാണേണ്ട ഒരു സിനിമയാണ്. എല്ലാ പെൺകുട്ടികളും കണ്ടിരിക്കേണ്ട ഒരു പടമാണ്. മൊത്തം പാട്ടുകളൊക്കെ ആണെങ്കിലും ബാക്ക്ഗ്രൗണ്ട് സ്കോർ സ്റ്റാർട്ടിങ് തൊട്ട് ഇൻട്രോഡക്ഷൻ തൊട്ട് നമ്മളെ പിടിച്ചിരുത്തുന്ന ഒരു മൂവിയാണ്. പിന്നെ സെക്കൻഡ് ഹാഫിലെ രണ്ടാം ഇൻ്റർവെല്ലിന് ശേഷമൊക്കെ നല്ല ത്രില്ലിംഗ് ആയിട്ടില്ല ഉണ്ടായിരുന്നില്ലേ? ഒരച്ഛൻ മോഹൻലാൽ വന്നപ്പോ എല്ലാവർക്കും അത് ഭയങ്കര ഒരു എന്തായാലും പറയാം, മോഹൻലാൽ ഉണ്ടെന്ന് വിചാരിച്ചതല്ലേ. പിന്നെ വന്നു, ഒരു 2 സീനിൽ വന്നു, നന്നായിരുന്നു അഭിനയം. അച്ഛനും മകളും അഭിനയിച്ചത് നന്നായിരുന്നു. ഒരു സീനും വേണ്ടിയിരുന്നില്ല എന്നൊന്നും തോന്നിയില്ല. ഏതൊരു സീനും അതിൽ വേണ്ടിയിരുന്നില്ല, ഈ സീനിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നൊന്നും ഒരു സീനിനും തോന്നിയില്ല. തിയേറ്ററിൽ പോയി കാണാം. അതെ, തിയേറ്ററൊക്കെ ഫുള്ളായിരുന്നു. തിയേറ്റർ നമ്മൾ കണ്ടത് ബാംഗ്ലൂർ SG പാലയിലുള്ള ശ്രീനിവാസ തിയേറ്ററിലാണ്. ഒബ്വിയസ്ലി നമ്മളെല്ലാവരും മലയാളീസ് കൂട്ടത്തോടെ പോയി പടം കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരു തിയേറ്ററാണ്. അപ്പം നമ്മളവിടെ നിന്നാണ് കണ്ടത്. അതുകൊണ്ട് തന്നെ ആ ഒരു വൈബ് വേറെ കിട്ടി. ടോട്ടലി ഹാപ്പി അല്ലേ? നല്ലൊരു പടം, നല്ലൊരു തുടക്കം വിസ്മയുടെ, നല്ല എന്താ പറയുക, അതുപോലെ നല്ല ഒരു ഭാവി ഉണ്ടാവട്ടല്ലേ. അല്ല, ഓരോ സീനും മോഹൻലാൽ ഫാൻസിനൊക്കെ ഭയങ്കര ഹാപ്പി, സാറ്റിസ്ഫാക്ഷൻ തരുന്ന രീതിയിലുള്ള അയ്യേ നന്നായിട്ടില്ല അഭിനയം എന്ന് പറയാൻ. കുട്ടി ആദ്യമായിട്ടല്ലേ പറഞ്ഞിട്ട് തോന്നുകയല്ലേ കണ്ടാൽ. കുറെ 1-2 പടമൊക്കെ അഭിനയിച്ച കുട്ടിയെ പോലെ തന്നെ. മാത്രമല്ല സപ്പോർട്ടീവ് ആക്ടേഴ്സ് ആണെങ്കിലും, പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, ആൻ്റണി പെരുമ്പാവൂരിൻ്റെ മോൻ അവനാണെങ്കിലും, ആശിഷ് ആൻ്റണി ആണെങ്കിലും അടിപൊളിയായിട്ട് വില്ലൻ വേഷം ചെയ്തിട്ടുണ്ട്. അതൊരു ഡയലോഗുള്ളൂ, എന്നാലും എക്സ്പ്രഷൻസ് ഒക്കെ അടിപൊളിയായിരുന്നു. ഇല്ല, വില്ലനായിട്ട് അഭിനയിച്ച അവൻ ആന്റണി പെരുമ്പാവൂരിന്റെ മോൻ. മകൻ വില്ലന്റെ നന്നായിട്ടുണ്ട്. എന്താ വെച്ചാൽ ഞാൻ കരുതിയത് ആ കുട്ടിയെ രക്ഷിക്കാനാ. ഒരു സീനിലൊക്കെ ഇങ്ങനെ ആ കുട്ടി തനിയെ ഓടുമ്പോൾ രക്ഷിക്കാനാണ്. വില്ലനായിട്ട് ഭയങ്കര വില്ലത്തിനെ പക്ഷെ പാടില്ല. കഥയൊന്നും പറയാൻ പാടില്ല ഇവിടെ. കഥ പറയാൻ പാടില്ലല്ലോ, പിന്നെ ആൾക്കാർ കാണില്ലല്ലോ. ശരി, കഥ വേണ്ടെങ്കിൽ വേണ്ട. ഇനിയിപ്പോൾ അത് വിട്ട് എടുക്കണ്ട കേട്ടോ. കുട്ടി അതൊക്കെ സ്റ്റോപ്പ് ചെയ്യും. അതൊക്കെ എഡിറ്റ് പോട്ടെ. മൊത്തത്തിൽ തിയേറ്ററിൽ ഫുള്ളായിരുന്നു, കാണാൻ നന്നായിരുന്നു. എല്ലാവരും കുടുംബത്തോട് തിയേറ്ററിൽ തന്നെ പോയി കാണേണ്ട ഒരു, കുടുംബത്തോട് വന്നിട്ടും ഉണ്ട് ആൾക്കാര്. അതെല്ലാവരും ഇപ്പൊ ഒബ്വിയസ്ലി മോഹൻലാലിന്റെ മൂവി എന്ന് പറയുമ്പോൾ പ്രായമായവരടക്കം എല്ലാവരും വരും. അതുണ്ടായിരുന്നു SG പാളയിലെ തിയേറ്ററിലാണെങ്കിൽ പോലും വയസ്സായവരെയും കാണാൻ പറ്റി. ഈ തിരക്കിലും മഴയിലും ഒക്കെ അതൊക്കെ മാറ്റി വെച്ച് പടം കാണാൻ വന്നിരിക്കുന്നുണ്ടായിരുന്നു കുറേ പേര്. എന്താ പറയുക, മ്യൂസിക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആ ഒരു
ഇൻട്രൊഡക്ഷൻ ഉണ്ടാവുമല്ലോ, ആ ഇൻട്രൊഡക്ഷൻ നമ്മളെ കാണിക്കുമ്പോൾ പോലും ഇൻട്രൊഡക്ഷൻ തൊട്ട് തന്നെ നമ്മളുടെ അറ്റൻഷൻ സീക്ക് ചെയ്യുന്ന രീതിയിൽ എന്താണ് സ്ക്രീനിൽ പോകുന്നതെന്ന് നമ്മൾ ആ മ്യൂസിക് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും, നമ്മൾ അറ്റൻഷൻ അത് ഓട്ടോമാറ്റിക്കായിട്ട് സ്ക്രീനിലോട്ട് പോകും. ആ ഒരു രീതിയിൽ നമ്മൾ ആ ടൈറ്റിൽ അല്ലെങ്കിൽ പേരുകളൊക്കെ എഴുതി കാണിക്കില്ല, അതൊന്നും നമ്മൾ മിസ് ചെയ്യില്ല. പേര് വായിക്കുന്നല്ല, ആ സമയത്ത് കാണിക്കുന്ന കുറച്ച് സീനുകളിലും അതുതന്നെ ഗംഭീരമായിരുന്നു. ആ സമയത്തുള്ള മ്യൂസിക് അടിപൊളിയായിരുന്നു. അതുപോലെ തന്നെ മോഹൻലാൽ വരുന്ന സീനുകളാണെങ്കിലും നല്ല രോമാഞ്ചം തരുന്ന ചില സീനുകളാണെങ്കിലും അതിൻ്റെയൊക്കെ മ്യൂസിക് അടിപൊളിയായിരുന്നു. പിന്നെ അതുപോലെ എനിക്ക് ഈ തളിരോമലെ എന്ന് പറഞ്ഞ പാട്ട് അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായത്. നല്ലൊരു റിപ്പീറ്റിൽ ഒരുപാടല്ലെങ്കിൽ അതൊരു റിപ്പീറ്റിൽ കേൾക്കാൻ പറ്റിയ രീതിയിലുള്ളൊരു പാട്ടാണ്. ഇപ്പോൾ ആരാണെങ്കിലും ചെറുത് മുതൽ വലുത് വരെ ഉള്ള ആരുടെ റോളാണെങ്കിലും എല്ലാവരും അവനവൻ്റെ കോൺട്രിബ്യൂഷൻ വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. സിനിമയിലെ ഫൈറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താ പറയുക, അതാണ് ഞാൻ തിയേറ്ററിൽ മൂവി കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ എൻ്റെ കൂട്ടുകാരായിട്ട് കൂടുതൽ ഡിസ്കസ് ചെയ്തത് ഈ സിനിമയിലെ ഫൈറ്റിനെ കുറിച്ചാണ്. എന്താ പറയുക, പെർഫെക്ഷൻ അല്ലാണ്ട് വേറെന്താ പറയാൻ പറ്റുക, പെർഫെക്റ്റ്, ഒന്നും പറയാനില്ല. ഇത്രയും ഭംഗിയായിട്ടാണ് യാനിക് ബെൻ പിന്നെ അതുപോലെയാണ് സ്റ്റൺസിൽ രണ്ടുപേരും കൂടി ഒരുക്കിയ ഫൈറ്റ് കൊറിയോഗ്രാഫി അടിപൊളിയാണ്. അതിൽ വിസ്മയുടെ മായ മോഹൻലാലിൻ്റെ പെർഫോമൻസാണ് എന്താ പറയുക അതിശയിപ്പിച്ച് കളഞ്ഞ. നമ്മൾ ഈ ഇൻ്റർവ്യൂവിൽ കാണുന്ന ഒരാളല്ല സിനിമയിൽ നമ്മൾ കാണുന്നത്. ഇൻ്റർവ്യൂവിൽ കാണുന്ന ഒരു വ്യക്തിത്വമോ അല്ലെങ്കിൽ ഒരു ഷൈനസൊക്കെ ഇങ്ങനെ എന്തൊക്കെയോ എല്ലാവരും കമൻറ്റുകളികളൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒന്നും ആ സിനിമയിൽ നമ്മൾ കണ്ടില്ല. ആൾ ഫുൾ പവർഫുള്ളായിരുന്നു ആ ഒരു ക്യാരക്ടർ. മീനു എന്ന ക്യാരക്ടറിനോട് 100% നീതി പുലർത്താൻ മായ മോഹൻലാലിന് സാധിച്ചു. എന്താ പറയുക, നമ്മൾ പൈസ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് കാണുന്ന നമ്മുടെ സമയമോ അല്ലെങ്കിൽ തന്നെ എന്താ പറയുക നമ്മുടെ പൈസയൊന്നും വേസ്റ്റായി എന്ന് നമ്മൾക്ക് തോന്നില്ല. എന്താ പറയുക, നമ്മുടെ സമയമാവട്ടെ പൈസ ആവട്ടെ വേർത്താണ് എന്നേ നമുക്ക് ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ തോന്നുള്ളൂ. എനിക്കങ്ങനെ തോന്നിയുള്ളൂ കേട്ടോ. അതുപോലെ ഈ സീന് വേണ്ടിയിരുന്നില്ല അല്ലെങ്കിൽ ഈ ഡയലോഗ് വേണ്ടിയിരുന്നില്ല എന്നൊന്നും എനിക്ക് തോന്നിയില്ല. അതിൽ ഇപ്പോൾ ക്രിഞ്ചാണെന്ന് പറയുന്ന ചില ഡയലോഗുകളെ കുറിച്ചൊക്കെ കേട്ടു, പക്ഷേ അതൊന്നും ക്രിഞ്ചായിട്ട് എനിക്ക് തോന്നിയില്ല. അതൊക്കെ ഈ സിനിമയിലല്ലെങ്കിൽ മറ്റേത് സിനിമയിൽ അടുത്ത സിനിമയിൽ അവർക്ക് ഈ ഡയലോഗുകൾ കൊണ്ടുവരാൻ പറ്റും? ഇല്ലല്ലോ. ഒരു തുടങ്ങുന്ന ഒരു ഫസ്റ്റ് മൂവിയിലല്ലോ, ഒരു ഡെബ്യൂ മൂവിയിലല്ലേ ഇതൊക്കെ കൊണ്ടുവരാൻ പറ്റുള്ളൂ, അങ്ങനെയുള്ള ഡയലോഗുകളൊക്കെ. അപ്പോൾ പിന്നെ അതൊന്നും ഈ സിനിമയ്ക്ക് യോജിക്കാത്തതോ അല്ലെങ്കിൽ ക്രിഞ്ചോ ആണെന്ന് എനിക്ക് തോന്നിയില്ല. അങ്ങനെയാണ് ഡയലോഗുകളാണെങ്കിലും പിന്നെ കോമഡിയും എല്ലാം എന്താ പറയുക നല്ല കോമഡികളാണ്. ഒരു ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും ഒക്കെ പോകുന്നുണ്ട്. മോട്ടിവേഷൻ കൊടുക്കുന്നു, സമൂഹത്തിലേക്ക് മോട്ടിവേഷൻ കൊടുക്കുന്ന രീതിയിലുള്ള ഒരു കഥയുണ്ട് ഇതിനകത്ത്. ഈ ഇൻ്റർവ്യൂകളോ അല്ലെങ്കിൽ ഇൻ്റർവ്യൂ റിലേറ്റഡ് ആയിട്ടുള്ള റീലുകളോ ഒന്നും കണ്ടിട്ട് ആരും തിയേറ്ററിൽ പോവാതിരിക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഇൻ്റർവ്യൂവിൽ കാണുന്ന ആളൊന്നും അല്ല സിനിമയിൽ നമ്മൾ കാണുന്നത്. എന്താ പറയുക, തികച്ചും ടോട്ടലി ഓപ്പോസിറ്റായിട്ടുള്ള ഒരു എന്താ പറയുക അഭിനയമാണ് അല്ലെങ്കിൽ പെർഫോമൻസാണ് ഇതിനകത്ത് മായ കാഴ്ച വെച്ചിട്ടുള്ളത്. അങ്ങനെ കാഴ്ച വയ്ക്കാൻ മായയെ ജ്യോതി സഹായിച്ചിട്ടുള്ളത്. അപ്പോൾ ഇൻ്റർവ്യൂവിൽ കണ്ടിട്ട് ഈ കുട്ടി എന്താ അഭിനയിക്കാനാ എന്നുള്ള രീതിയിലൊന്നും ആരും വിചാരിക്കരുത്. ഈ ഇൻ്റർവ്യൂവും അല്ല ഇൻ്റർവ്യൂവിലുള്ള ആളും ഈ സിനിമയിലുള്ള ആളും തമ്മിൽ യാതൊരു ബന്ധമില്ല. ടോട്ടലി ഡിഫറെൻ്റാണ് രണ്ട് പേരും. അപ്പോൾ പടത്തിലൊക്കെ ആൾ എന്താ പറയുക തൂക്കിയടിക്കണം, അടിച്ച് കിൻഡലടിയാണ്, അടിച്ച് തെറിപ്പിക്കുകയാണ് വില്ലന്മാരൊക്കെ. അപ്പോൾ അതൊക്കെ കാണേണ്ടത് തന്നെയാണ്. പിന്നെ വേറൊന്ന് ഞാൻ മെയിനായിട്ട് നോട്ട് ചെയ്തതെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ അച്ഛനാണെങ്കിലും മോളാണെങ്കിലും നമുക്ക് തരുന്നൊരു മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ
ശരീരത്തിൻ്റെ തടി ഒന്നിനൊരു തടസ്സമല്ല എന്നുള്ളതാണ്. അപ്പോൾ എന്താ പറയുക, എല്ലാവരുടെയും ബോഡി ടൈപ്പ് എല്ലാവരും ബോഡി ടൈപ്പിൽ കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാരാണ്. പക്ഷെ അത് നമുക്ക് ആർക്കും അതൊരു ഒബ്സ്റ്റക്കിൾ അല്ല. നമ്മുടെ അംബീഷൻ അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിന് ആ ഒരു സംഭവം നമുക്കൊരു ഒബ്സ്റ്റക്കിൾ അല്ല എന്നുള്ളതാണ്. ഈ അച്ഛൻ പണ്ട് തൊട്ടേ മോഹൻലാൽ പണ്ട് തൊട്ടേ ആ തടിയും വെച്ചിട്ടാണ് ആ ഡാൻസ് ആണെങ്കിലും സ്റ്റണ്ട് ആണെങ്കിലും. ഇപ്പോൾ മോളും സെയിം റൂട്ടാണ്, എന്താ പറയുക. അപ്പോൾ സ്റ്റണ്ടൊക്കെ അച്ഛൻ്റെ മോളാണ് എന്നുള്ളത് പ്രൂവ് ചെയ്യുന്ന രീതിയിലാണ് ഗൂസ് ബംസ് തരുന്ന ഒരുപാട് മൊമെൻറ്റ്സ് ഉണ്ട്. ഒരുപാടല്ല, ലൈക്ക് അപ്പോൾ അതൊക്കെ തിയേറ്ററിൽ മാത്രം പോയാൽ കിട്ടുന്ന ഒരു പ്രത്യേകതരം വൈബാണ്. അപ്പോൾ അതൊക്കെ തിയേറ്ററിൽ തന്നെ പോയി കാണേണ്ട ഒരു സംഭവമാണ്. ആകെ മൊത്തം ടോട്ടൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, തിയേറ്ററിൽ പോയി ടിക്കറ്റ് എടുത്ത് ഫാമിലിയോടൊപ്പം കാണേണ്ട ഒരു നല്ല മൂവിയാണ് തുടക്കം. മോഹൻലാലിൻ്റെ തുടക്കം ഗംഭീരമാണ്. ഇനിയും ഇതിലും നല്ല റോളുകൾ അവരെ തേടി എത്തട്ടെ നമുക്ക് വിചാരിക്കാം, ആശംസിക്കാം. പിന്നെ ആ ജീനല്ലേ, ആ ബ്ലഡ് ലൈനല്ലേ, അത് കാണിക്കാതിരിക്കില്ലല്ലോ. അത് ഓഫ് കോഴ്സ് അതെന്തായാലും ഉണ്ടാവും. പിന്നെ അപ്പം അങ്ങനെ ഒരു നല്ലൊരു മൂവിയാണ്. നെഗറ്റീവ്സ് കേട്ടിട്ടാരും തിയേറ്ററിൽ പോകാതിരിക്കുന്നു വേണ്ട. ഇത് തിയേറ്ററിൽ പോയി കാണേണ്ട ഒരു മൂവിയാണ്. OTTയിൽ വന്നാൽ തിയേറ്ററിൽ കാണുന്നൊരു സുഖം ആർക്കും കിട്ടിയെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് ഫാമിലിയായിട്ട് തിയേറ്ററിൽ തന്നെ പോയി കാണാം. നമ്മളങ്ങനെ തിയേറ്ററിൽ തന്നെ പോയി കണ്ട ഒരു മൂവിയാണ്. ഇഷ്ടപ്പെട്ടു, കൊള്ളാം, പൊളിച്ചടക്കി. അച്ഛനും മോളും പൊളിച്ചടക്കി. ചുമ്മാ പൊളിച്ചടക്കി എന്ന് പറയാൻ പറ്റുള്ളൂ. അച്ഛനും മോളും പൊളിച്ചടക്കി. ജ്യൂദ് ആൻ്റണി എന്ന ഡയറക്ടർക്ക് ഒരു വലിയ താങ്ക്സ്. ഇങ്ങനെ നല്ലൊരു തുടക്കം മോഹൻലാലിന് കൊടുത്തതിന്. അങ്ങനെ എല്ലാവരും ആരാധിക്കുന്ന ലാലേട്ടൻ്റെ മോളെ വളരെ നല്ലൊരു റോളിലൂടെ, നല്ലൊരു ക്യാരക്ടറിലൂടെ, നല്ലൊരു സിനിമയിലൂടെ മലയാളികൾക്ക്, മലയാള പ്രേക്ഷകർക്ക്, കേരളത്തിന് സമ്മാനിച്ചതിന് ജ്യൂദ് ആൻ്റണി എന്ന ഡയറക്ടർക്ക് ഒരു വലിയ താങ്ക്സ്. അതുപോലെ എല്ലാവരും കാണാത്തവരൊക്കെ ഇപ്പം തന്നെ ബുക്ക് ചെയ്തേക്കാം. സൂപ്പർ.